വേങ്ങശ്ശേരിയിലെ കയറംകൂടം പാടശേഖരത്തിലെ കർഷകരുടെ നെല്ല് സംഭരിക്കാത്തത് പ്രതിസന്ധിയാകുന്നു. ഏകദേശം 40ഓളം കർഷകരുടെ 150ലേറെ ടൺ നെല്ലാണ് സംഭരിക്കാതെ കിടക്കുന്നത്. ഒരു മാസം മുൻപ് കൊയ്തെടുത്ത നെല്ലാണ് മില്ലുകാർ സംഭരിക്കാത്തത് എന്നാണ് കർഷകരുടെ ആക്ഷേപം. കയറംകൂടം പാടശേഖരത്തിലെ 40ഓളം കർഷകരാണ് നെല്ല് നശിക്കാതെ സംരക്ഷിക്കാൻ പാടുപെടുന്നത്. വീടിന്റെ മുറ്റത്തും പൂമുഖത്തും മുറികളിലുമെല്ലാമാണ് കർഷകർ നെല്ല് സൂക്ഷിച്ചിരിക്കുന്നത്. ടാർപ്പായിട്ട് മൂടിവെച്ച നെല്ലുൾപ്പെടെ മഴയിൽ നനഞ്ഞു കുതിരുമോ എന്നതാണ് ആശങ്ക. കഴിഞ്ഞ ആഴ്ച പെയ്ത മഴയിൽ ചില കർഷകരുടെ നെല്ല് നനഞ്ഞിരുന്നു. വേങ്ങശ്ശേരി മടത്തൊടി വാസുദേവൻ കൊയ്തെടുത്ത ഏകദേശം 2 ടൺ നെല്ല് വീട്ടിൽ സ്ഥലം ഇല്ലാത്തതിനാൽ മുറ്റത്താണ് സൂക്ഷിച്ചിരുന്നത്. മറ്റ് കർഷകരായ വടക്കേപുരക്കൽ മണികണ്ഠനും വേങ്ങശ്ശേരി തച്ചങ്കോട് മോഹനൻ നായരും നെല്ല് സൂക്ഷിക്കാൻ പാടുപെടുകയാണ്. പാട്ടത്തിനടുത്തും സ്വന്തം സ്ഥലത്തുമായി 5 ഏക്കറിൽ കൃഷിയിറക്കിയ കർഷകനായ പഞ്ചമിയിൽ രാജൻ നായർ വീടിനുള്ളിലാണ് നെല്ല് സൂക്ഷിച്ചിരുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് സംഭരിക്കുമെന്ന പ്രതീക്ഷയിൽ പാടത്ത് സൂക്ഷിച്ചിരുന്ന മുട്ടിപ്പാലത്തെ കർഷകരുടെ നെല്ല് വേനൽ മഴയിൽ നനഞ്ഞു കുതിർന്നിരുന്നു. KCB വാർത്തയെ തുടർന്നാണ് നെല്ല് സംഭരിച്ചിരുന്നത്. കൃഷി വകുപ്പ് മുഖേന വിതരണം ചെയ്യപ്പെട്ട ഉമ ജ്യോതി വിത്ത് ഉപയോഗിച്ചായിരുന്നു കൃഷി. നിലവിൽ ശരാശരി 28നും 29നും രൂപയ്ക്കിടയിലാണ് സപ്ലൈകോയുടെ സംഭരണമെന്ന് കർഷകർ പറയുന്നു. ഇതിപ്പോ ഒരു മാസം മുമ്പ് കൊയ്ത് ഉണക്കി ചാക്കിൽ മൂട്ടയാക്കി ഇട്ടതാണ്. പുറത്തായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ ഇവിടെ മഴ പെയ്തപ്പോൾ ഞാൻ ഉള്ളിലേക്ക് ഇട്ടു. ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലാണ് ഇപ്പോൾ ഈ നെല്ല് കിടക്കുന്നത്. എത്രയും വേഗം ഈ സപ്ലൈകോ വേണ്ടപ്പെട്ട അധികാരികളോ ഈ നെല്ല് ഞങ്ങളൊന്ന് എടുത്തിട്ട് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും. ഒരു മാസത്തോളമായി ഇപ്പോൾ ഇതിങ്ങനെ എല്ലാ നെല്ലും മൂട്ടിയിട്ടിട്ട് ഇവിടെ എടുത്തു വയ്ക്കാനൊരു സ്ഥലം പോലും ഇല്ലാണ്ട് ബുദ്ധിമുട്ടായിട്ട് കിടക്കണം. കർഷകരാകെ വേങ്ങശ്ശേരി പ്രദേശത്താകെ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഉള്ളൊരവസ്ഥയാണ് ഇപ്പോൾ. മില്ലേരൊക്കെ വന്നിട്ട് ഇതൊക്കെ നോക്കി പോകണ്ടായി, ടെസ്റ്റ് ചെയ്തൊക്കെ പോയിരുന്നു. പക്ഷേ അവർ ഇന്ന് വരാം നാളെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല. എപ്പോൾ വരും എന്താണെന്നറിയില്ല. ഇപ്പോൾ 1-2 മഴ ഈ ഭാഗത്ത് ഈ പ്രദേശങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. വീണ്ടും മഴയുടെ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എപ്പോൾ മഴ പെയ്യും എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എടുത്തു വയ്ക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട നടപടികളുണ്ടായ നന്നായിരുന്നു.